മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം പെയിൻഫുള്ളായ ഒരു മാർക്കറ്റായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാർക്കറ്റ് മുന്നേറി. വെള്ളിയാഴ്ച ദിവസം വലിയ ശക്തമായ രീതിയിൽ മുന്നേറുന്ന കാഴ്ച കണ്ടു. രൂപ 60 താഴേക്ക് പോയെങ്കിലും അത് തിരിച്ചു വരുന്ന കാഴ്ച കണ്ടു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായി വിപണിയിൽ തിരികെ എത്തുന്നത് കണ്ടു. ഏകദേശം 21,000 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്ന അവർ തിരികെ വാങ്ങുന്ന കാഴ്ചയും കണ്ടാണ് വാരം അവസാനിക്കുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കാം എന്ന് നമുക്ക് കരുതാം. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റി CEO N. ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വലിയ രീതിയിൽ താഴേക്ക് പോയി. ഒരുപക്ഷെ നിക്ഷേപകർ പുതിയതായി നിക്ഷേപം നടത്തണോ എന്ന് ഭയന്ന് നിന്ന സമയം പോലുമുണ്ട്. കാരണം തുടർച്ചയായി താഴേക്ക് പോയിരുന്ന കാഴ്ച. നിഫ്റ്റി ഏകദേശം 5,500 ലെവലുകൾ താങ്കൾ കഴിഞ്ഞ മാർക്കറ്റ് വാച്ചിൽ സൂചിപ്പിച്ച അതേ നിലവാരത്തിൽ തന്നെ വന്ന് അതിനുശേഷമാണ് തിരികെ കയറുന്നത്. ഇനി എങ്ങോട്ടാണ് ഇതിൻ്റെ ഗതി? നമ്മൾ US സ്റ്റിമുലസ് വിഡ്രോ ചെയ്യും എന്നുള്ള ന്യൂസിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വന്നു. ഗ്ലോബൽ കറൻസിയിലും വന്നു. ലാസ്റ്റ് 2 days ആയിട്ട് നമ്മൾ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി സൈനാണ് കാണുന്നത്. ഒന്ന്, ഫെഡിൻ്റെ ഒരു മെമ്പർ അനൗൺസ് ചെയ്ത സ്റ്റിമുലസ് എക്കണോമിയുടെ ഗ്രോത്തിനനുസരിച്ച് വിഡ്രോവൽ ഉണ്ടാകാം. വിചാരിച്ച രീതിയിലുള്ള ഗ്രോത്ത് വന്നില്ലെങ്കിൽ സ്റ്റിമുലസ് വിഡ്രോ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു ന്യൂസ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ദെൻ ഗ്യാസ് പ്രൈസ് കൂട്ടാനുള്ള തീരുമാനം, ഗവൺമെൻറ് ചില റിഫോംസ് അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത മാർക്കറ്റ് കണ്ടു. ദെൻ മാർക്കറ്റ് ഒരു ഓവർ സോൾഡ് സോണിലായിരുന്നു. കാരണം അത്രത്തോളം വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു റീസൺ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഗ്ലോബലി തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ ഈ ന്യൂസുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് കാരണമായത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത്രത്തോളം പെയിൻഫുൾ ആയിരുന്നില്ല ഈ ഒരു ഫോൾ എന്ന് പറയുന്നത്. കാരണം ഇത് പ്രതീക്ഷിച്ചതായിരുന്നു ഈ ഒരു ഫോൾ. മാർക്കറ്റ് വാച്ച് ആണെങ്കിലും ജനറലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു റിവേഴ്സ് ആണെന്നുള്ളൊരു സൈൻ ഉണ്ടായിരുന്നു. 5,500 550 എന്ന് പറയുന്ന ഒരു ബൈയിങ് ലെവലാണെന്ന് മാർക്കറ്റ് വാച്ച് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നു. ഇനി ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കേണ്ട സമയം വീണ്ടും വരികയാണ്. 5,850 900 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ്. ഈ 5,900 ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫർദർ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതേസമയത്ത് 5,900 മുകളിലേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രതീക്ഷിക്കാം. വീണ്ടും 5,500 മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 5,500 to 5,900 എന്ന് പറയുന്നതാണ്. ഇപ്പോൾ 5,900 മുകളിലേക്ക് മാർക്കറ്റ് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ ഫർദർ 200 പോയിന്റ്സിൻ്റെ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. സെയിം 5,500 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അനദർ 300 പോയിന്റ്സിൻ്റെ ഡ്രോപ്പും മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഈ 2 ലെവലുകൾ ഇൻവെസ്റ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 5,700 ബിലോ മാർക്കറ്റ് പോകുന്തോറും അതൊരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് പല സ്റ്റോക്കും മൂവ് ചെയ്യും. അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി പോയിന്റ് ആണ്. ഇതാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വളരെ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ന്യൂസ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. പല സ്റ്റോക്കുകളും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 8 to 10% റിട്ടേൺ ആണ് 2 ദിവസം കൊണ്ട് റിക്കവറി വന്നത്, റിട്ടേൺ കൊടുത്തത്. പക്ഷേ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സിന് അത് ഗെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മുടെ സെൻസെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഓഹരിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, മുകേഷ് അംബാനിയുടെ. ആ കമ്പനിയിൽ പക്ഷേ ഇക്കുറി ഈ ഇത്രയും ഫോൾ വന്നപ്പോഴും വിചാരിച്ച പോലെ അത് താഴേക്ക് പോയില്ല. ഒരു റെസിലിയൻസ്, അത് ഒരു പ്രതിരോധം സൃഷ്ടിച്ച് വളരെ ശക്തമായി നിൽക്കുന്ന കാഴ്ച കൊണ്ടു. മാത്രവുമല്ല തിരിച്ച് കയറിയപ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം നാച്ചുറൽ ഗ്യാസിന്റെ വില ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ റിലയൻസ്, ഗെയിൽ, ONGC തുടങ്ങിയ ഓഹരികൾ മുന്നേറിയത്, സമ്മതിക്കുന്നു. എങ്കിൽ പോലും റിലയൻസിൽ ഒരു ശക്തമായ ഒരു വാങ്ങലിന്റെ ഒരു സൂചനകൾ തരുന്നില്ലേ ഇത്? തീർച്ചയായിട്ടും. ഇപ്പോൾ സനൽ എനിക്കൊന്ന് എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിലാണ് റിലയൻസ് നിൽക്കുന്നത്. ശരിക്കും അത് ശരിയായിരുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി നമ്മൾ റിലയൻസിൽ കണ്ടു. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താണ്. പക്ഷേ ഇതിൽ ONGCക്കാണ് റിലയൻസിനേക്കാൾ കൂടുതൽ ബെനിഫിഷ്യറി ആകുന്നത്. ONGCയും ഓയിൽ ഇന്ത്യയൊക്കെ തന്നെയാണ്. പക്ഷേ റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എപ്പോഴും ഒരു ഡിസ്കൗണ്ട് വാല്യൂവിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്ക് കുറച്ചെങ്കിലും ആളുകൾ അത് ഹോൾഡ് ചെയ്യണമെന്ന് എപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത വീണ്ടും 950,000 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴും റിലയൻസ് ഇൻഡസ്ട്രീസിനുണ്ട്. ഒരു സ്ട്രോങ് ബൈ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു ലെവലിൽ ചെറിയ കറക്ഷൻസ് സംഭവിക്കാം. പക്ഷേ അതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണുന്നതാണ് നല്ലത്. പല
പലപ്പോഴും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചില സമയത്ത് ഗ്യാസ് കണ്ടുപിടിച്ചില്ല, ഗ്യാസ് ഔട്ട്പുട്ട് കുറവാണെന്ന് പറയും, ചില സമയത്ത് കൂടുതലാണെന്ന് പറയും. ഈ ന്യൂസുകളൊക്കെ തന്നെയാണ് എല്ലാ സ്റ്റോക്കും മൂവ് ചെയ്യിക്കുന്നത്. ഓരോ ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫണ്ടമെന്റലി ഓരോ ക്വാർട്ടർ റിസൾട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ബാഡ് ന്യൂസ് വരുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനും പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യാനും വേണ്ടി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ആ ഒരു രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിച്ചാലേ നമ്മൾക്ക് ഗെയിൻ കിട്ടുകയുള്ളൂ. അല്ലാത്തവരൊക്കെ തന്നെ എല്ലാം ബെറ്ററായി എന്ന് വിചാരിച്ച് സ്റ്റോക്കിന് പുറകെ പോകുമ്പോൾ അത് സെല്ലിംഗ് പോയിന്റ് ആയിരിക്കും. പലപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. നമുക്ക് സ്വർണ്ണ മേഖലയിലേക്ക് കിടക്കാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ആഗോള വിപണിയിലും താഴെ വന്നു. ഏകദേശം 31 ഗ്രാമിന്റെ ട്രോയ് ഔൺസിന്റെ വില $1,200 താഴേക്ക് വന്നിരിക്കുകയാണ്. അതായത് അതിന്റെ ഖനനത്തിനുള്ള ഉൽപാദന മേഖലയിൽ വരുന്ന ആ ചെലവിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. രൂപ ഇവിടെ ഇത്രയധികം താഴെ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വർണത്തിന്റെ വില ഒരു 16,000 രൂപ പവന്റെ നിലയിലേക്ക് വന്നേനെ. എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ഓഹരി വിപണിയിലെ ചില ഓഹരികളെങ്കിലും, പ്രത്യേകിച്ചും ഗീതാഞ്ജലി ജെംസ്, നമുക്കറിയാം അത് ഏകദേശം 450 രൂപയിൽ നിന്നുമാണ് താഴേക്ക് വന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്നും പഴയ നിക്ഷേപകർ, ധാരാളം പഴയ 90കൾ മുതൽ നിക്ഷേപിക്കുന്നവർ, പഴയ കമ്പനി എന്നുള്ള നിലയ്ക്ക് ഗീതാഞ്ജലി ജെംസ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന കമ്പനിയാണ് ഗീതാഞ്ജലി ജെംസ്. ഈ ഓഹരിയിൽ FIIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ സെല്ലേഴ്സായി. ഈ ഓഹരിയുടെ വില കേവലം 230 റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. 200 രൂപ വരേക്കും പോയേക്കുമെന്ന് പറയുന്നു. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കമ്പനി. അത് സ്വർണ്ണ ബാറുകളും സ്വർണ്ണ കോയിനുകളും വിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം അതിന്റെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെടുത്തിട്ടുണ്ട്. ഈ ഓഹരി 1. 2 നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം. ഗീതാഞ്ജലിയെ സംബന്ധിച്ച് ഒന്ന്, സനൽ നേരത്തെ പറഞ്ഞ് ഗോൾഡ് കോയിൻ, ഗോൾഡ് ബാർ സെല് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നെഗറ്റീവായി. 2, ഓവർ ലിവറേജ്ഡ് ആയിരുന്നു ഇവർ. ഒരു ഹ്യൂജ് പൊസിഷൻ ഇവർ ഹോൾഡ് ചെയ്തിരുന്നു. ഇതിന്റെ ലോസ് എത്രത്തോളം വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് കണക്കില്ല. ഈ 2 ന്യൂസാണ് ഗീതാഞ്ജലി 50% ഡ്രോപ്പ് 500-ൽ നിന്നും 230-ലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഈ ഗോൾഡിന്റെ പ്രൈസിൽ ഇനിയും ഫോള് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓവർസോൾഡ് സോണിലാണ് ഗോൾഡിന്റെ പ്രൈസ്. ഇപ്പോൾ ഇവിടെ അത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്തില്ല, കാരണം റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ലഭിച്ചിട്ടില്ല. പക്ഷേ ഗ്ലോബലി മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫാൾ ഗോൾഡിൽ സംഭവിച്ചു. അതൊരു ഓവർസോൾഡ് സോണിലാണ്. നെക്സ്റ്റ് വീക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ചെറിയ റിക്കവറി, വീണ്ടും 1300 ലെവലിലേക്ക് ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോങ് റണ്ണിൽ ഇത് വീണ്ടും താഴേക്ക് പോകാൻ ഒരു 1050-1000 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ ഗോൾഡിന്റെ പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒന്ന് ഗീതാഞ്ജലി ജ്വല്ലറിയിൽ സംഭവിച്ചത്, അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് സ്റ്റേ അവേ ഫ്രം ഗീതാഞ്ജലി എന്നുള്ളതാണ്, ജെംസ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. മണപ്പുറം സെയിം ആണ്. ഇവരുടെയും ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് സാധിക്കാൻ കഴിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സ്റ്റോക്ക് ഒരു നെഗറ്റീവാണ്. അഗൈൻ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ 8 rupees and 11 rupees എന്നുള്ളൊരു ടാർഗറ്റ്, 2 സപ്പോർട്ട് സോൺ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 11 എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്തു. വീണ്ടും ഒരു 8 രൂപയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ടും മണപ്പുറം ഫൈനാൻസിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ബിസിനസ് മോഡൽ നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ സ്റ്റോക്കിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. സെയിം തന്നെയാണ്. കുറച്ചും കൂടെ ബെറ്റർ ഷേപ്പിൽ നിൽക്കുന്നത് മുത്തൂറ്റ് ഫൈനാൻസ് ആണ്. കുറച്ചും കൂടെ മാനേജ്മെന്റ് ലെവലും അതുപോലെ ഫൈനാൻഷ്യൽ സൈഡും കുറച്ചും കൂടെ സേഫർ സൈഡാണ്. അപ്പം മുത്തൂറ്റ് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു അവസരത്തിൽ വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനിലാണ്. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് 88 ലെവലിലേക്ക് വരെ, 86-88 ലെവലിലേക്ക് വരെ അത് മൂവ് ചെയ്തിരുന്നു. അതൊക്കെ ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻസ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഈ ഗീതാഞ്ജലി ജെംസിൽ ഒന്നുകൂടി ഒരു കോഷ്യസ് അപ്രോച്ച്, മുത്തൂറ്റ് സ്റ്റേ ഇൻവെസ്റ്റഡ്, മണപ്പുറം മുത്തൂറ്റ് ഫിനാൻസിൽ നടത്താം. തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ ഒരിക്കലും അഡ്വൈസബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിലോ 100 ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു അക്യുമുലേറ്റ് ചെയ്യുക, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിലുപരി ആ സ്റ്റോക്ക് കുറച്ചായിട്ട് സ്റ്റോക്കിൽ അതിൻ്റെ ഒരു പാർട്ടായി മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കാരണം ഇതിന്റെ ഇഷ്യൂ പ്രൈസിൽ നിന്നും 50% ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. രാധാകൃഷ്ണൻ നായർ, അദ്ദേഹം സ്ഥിരമായി ഈ പരിപാടി കാണുന്ന ആളാണ്. ബജാജ് ഓട്ടോ, ടാറ്റ പവർ, IDFC, ടൈറ്റാൻ നമ്മൾ നേരത്തെ ലിസ്റ്റിൽ ചേർക്കേണ്ടതായിരുന്നു, സ്വർണത്തിന്റെ വില കുറഞ്ഞതിന്റെ ലിസ്റ്റിൽ.
അല്ല, ടൈറ്റാനെ സംബന്ധിച്ച് എത്രത്തോളം ഈ നമ്മൾ 3 സ്റ്റോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അത്രത്തോളം പേടിക്കേണ്ട കാര്യമില്ല. കാരണം 270 280 ലെവലിൽ നിന്നും വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. അപ്പോൾ ഇന്നത്തെ റിക്കവറിയിൽ പോലും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. രൂപ പോലും കടമില്ല. അതെ, ഫണ്ടമെന്റലി വളരെ സൗണ്ട് ടാറ്റ ഗ്രൂപ്പ്, ഇത് രണ്ടുമാണല്ലോ അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റോക്ക് തീർച്ചയായിട്ടും സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. അടുത്തൊരു ലെവൽ വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ടൈറ്റാൻ ഒരു 200 രൂപയിൽ താഴെ വന്നിട്ട് വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇത് 2 ലെവൽ 210 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. അത് തീർച്ചയായിട്ടും അടുത്ത മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ 5900 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് പ്രതീക്ഷിക്കാം. അതേസമയത്ത് വീണ്ടും 900 ലെവലിൽ നിന്നും മാർക്കറ്റിൽ സെല്ലിംഗ് വരികയാണെങ്കിൽ ഇതിനകത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രൈഡേയോട് കൂടി FIs കുറച്ച് ആക്റ്റീവായി എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ FIs സെല്ലിംഗ് സൈഡിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവ് ബൈയിങ് മോഡലുമാണ്. അപ്പോൾ വീണ്ടും FIs ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആകുകയാണെങ്കിൽ ഈ സ്റ്റോക്കൊക്കെ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഉണ്ടാകാം. അതേസമയത്ത് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 210 ആണ് അടുത്ത ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ സനൽ നേരത്തെ പറഞ്ഞ 198 ബിലോ 200 എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് ടൈറ്റാനെ സംബന്ധിച്ച്. ഈ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 255 ആണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് റിക്കവറി വരികയാണെങ്കിൽ എക്സിറ്റ് പോയിന്റ് ആണ് 255 എന്ന് പറയുന്നത്. ദെൻ ബജാജ് ഓട്ടോ ആണ്. ഈ ബജാജ് ഓട്ടോ ഈ കഴിഞ്ഞ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് സംഭവിച്ചു. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ചാണ് ഈ സ്റ്റോക്കിലും ബജാജ് ഓട്ടോയിലും ടാറ്റ പവറിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത്. 1800 ആണ് ഒരു മേജർ സപ്പോർട്ട് സോൺ. അതുപോലെ തന്നെ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിച്ചാൽ 1660 ഒരു ഫൈനൽ ബൈയിങ് ലെവലാണ്. ഇപ്പോൾ പല സ്റ്റോക്കും നമുക്കറിയാം കഴിഞ്ഞ ഫോൾ സംഭവിച്ചപ്പോൾ 2 സ്റ്റേജ് ബൈയിങ്ങും ഇനീഷ്യേറ്റ് ചെയ്തു. ആ ലെവലിലേക്ക് വീണ്ടും വളരെ ഷാർപ്പായിട്ട് 10% റിട്ടേൺ കൊടുത്ത സ്റ്റോക്കുകളുണ്ട് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ. ഇപ്പോൾ ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അതൊരു പോസിറ്റീവ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസോട് കൂടി ഈ സ്റ്റോക്കിൽ ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആയിരിക്കും. ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1800 ആണ്. 2000 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ വേണമെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു എക്സിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ടാറ്റ പവർ ആണ്. ടാറ്റ പവർ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്കിലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് നമ്മൾ കണ്ടു. അടുത്ത 78 and 70 പലപ്പോഴും ഈ 70 എന്ന് പറയുന്നത് മാർക്കറ്റ് വീണ്ടും 5500 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 70 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരാം. ആ ഒരു സമയത്ത് വീണ്ടും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. 94 ആണ് ടാറ്റ പവറിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ എക്സിറ്റ് പോയിന്റ് തന്നെയാണ്. ദെൻ IDFC ആണ്. IDFCയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ആ സ്റ്റോക്കിൽ കുറച്ച് കറക്ഷൻ വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. 120 ലെവൽ വരികയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ ഈ 120 ലെവൽ പോലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. 120 ബ്രേക്ക് ചെയ്ത് ട്രേഡ് ഡൗൺ സൈഡിലേക്ക് സ്റ്റെബിലൈസ് ചെയ്താൽ 105 ലെവലിലേക്ക് വരാനുള്ളൊരു സാധ്യത IDFCയിലുണ്ട്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് IDFCയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നമുക്ക് പ്രതാപ് ചന്ദ്രന്റെ ചോദ്യം പരിശോധിക്കാം. സിൻഡിക്കേറ്റ് ബാങ്ക്, സിപ്ല. ഈ 2 സ്റ്റോക്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. സിൻഡിക്കേറ്റ് ബാങ്ക് 108 ലെവലിലാണ് സ്റ്റോക്ക് റിക്കവറി സംഭവിച്ചു. എന്നാൽ കുറച്ചുകൂടെ കറക്ഷന് സാധ്യത കൂടുതലായി കാണുന്നു ഈ സ്റ്റോക്കിൽ. അടുത്തൊരു എൻട്രി പോയിന്റ് 192. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരുന്നത് വരെ ഒരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഷോർട്ട് ടൈം ചിലപ്പോൾ ഒരു റിക്കവറി സൈൻ കാണിച്ചേക്കാം, പക്ഷേ ഒരു എൻട്രി അത്രത്തോളം അഡ്വൈസബിൾ അല്ല. 119 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ എക്സിറ്റ് പോയിന്റ് ആയിട്ട് തന്നെ പരിഗണിക്കുക. ദെൻ സിപ്ലയിലും വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലേക്ക് വന്നു. ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ്. കറന്റ് വാല്യൂ 370 350 ഇത് 2 ലെവൽ. ഈ 370 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരുമ്പോൾ ചുറ്റും നമ്മൾ കാണുന്ന ന്യൂസുകളൊക്കെ തന്നെ വളരെ നെഗറ്റീവായിരിക്കും. ആ ഒരു സമയത്ത് ഇൻവെസ്റ്റേഴ്സിനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാം വളരെ മോശം ന്യൂസാണ് അവർ കാണുന്നത്. ഈ സ്ഥിതി മാറണം. എപ്പോഴും മാർക്കറ്റ് വെച്ച് പറയുന്ന ഇതാണ്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നമ്മുടെ ചുറ്റും വരുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂവിലായിരിക്കും. അത് സ്റ്റോക്കിന്റെ എൻട്രി പോയിന്റ് ആണ്. ഇപ്പോൾ എല്ലാം വളരെ പോസിറ്റീവാണെന്ന് കാണുന്നു. ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മേടിക്കാം എന്ന് പറഞ്ഞു വരുന്നു. അത് വീണ്ടും ഒരു കറക്ഷൻ പോയിന്റ് ആയിരിക്കാം.
അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ 5900 എന്ന് പറയുന്ന വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എഗെയിൻ ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ 5900 ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കും, അതല്ല എങ്കിൽ 5900 മുകളിലേക്ക് സ്റ്റെബിലൈസ് ചെയ്താൽ വളരെ ഷാർപ്പായുള്ള ഒരു അപ്പ് മൂവ് പ്രതീക്ഷിക്കാം നമുക്ക്. എന്തായാലും സിപ്ലയെ സംബന്ധിച്ച് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 370, 350 രണ്ട് എൻട്രി പോയിന്റ് ആണ്. 410 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. നിക്ഷേപകർക്കായി ഒരു 4-5 സ്റ്റോക്കുകൾ ഭുവനേന്ദ്രൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാണ്, 500 പോയിന്റോളം വെള്ളിയാഴ്ച ഉയർന്നു. എങ്കിൽ പോലും ചില ഓഹരികളെങ്കിലും ഇപ്പോഴും വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഭാവിയിൽ വലിയ സാധ്യതകൾ തരുന്ന ചില ഓഹരികൾ, അത്തരം ഒരു 4-5 ഓഹരികൾ നിർദ്ദേശിക്കാം. തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് ഹാവൽസ് ആണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു ബൈങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു റിക്കവറി ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസ് അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് ഹാവൽസ് ആണ് 680. ഇപ്പോൾ ഒരു സിംഗിൾ റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് വിചാരിക്കരുത്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണുക. 680 ആൻഡ് 600 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ രണ്ട് ലെവലും ഈ സ്റ്റോക്കിൽ നമ്മൾ ബൈങ് അഡ്വൈസബിൾ ആണ്. 790 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ എസ്കോർട്സ് ആണ് 64 and 58. മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ ഈ 64 and 58 വരാൻ സാധ്യതയുള്ളൂ. ഈ ഒരു കറന്റ് ലെവൽ പോലും എസ്കോർട്സിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ് എന്നാണ് എനിക്ക്. 68 ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. 82 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ആണ് 115 and 100. ഈ ഫിനോലെക്സ് കേബിളും ഫിനോലെക്സ് ഇൻഡസ്ട്രീസും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കാണ്. FISന്റെ ഒരു ആക്ടിവിറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 115 and 100. ഇതിൽ 115 എന്ന് പറയുന്നത് ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ 115 ബ്രേക്ക് ചെയ്യാം. അതൊരു 100 എന്ന് പറയുന്ന വളരെ ഡിസ്കൗണ്ട് വാല്യൂ അല്ലെങ്കിൽ വളരെ ഫെയർ വാല്യൂവിലേക്ക് ഈ സ്റ്റോക്ക് വരും. അത് ബിലോ 110 ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 290 to 70 രണ്ട് സപ്പോർട്ട് ലെവലാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ്. 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 330 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് വരികയാണ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാവൽസ്, എസ്കോർട്സ്, ഫിനോലെക്സ്, ദെൻ എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്. ഇതിനോടൊന്ന് ആഡ് ചെയ്ത് ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും ഈ പട്ടിക തയ്യാറാക്കിയപ്പോൾ ഈ ഹാവൽസും ഫിനോലെക്സും ഏകദേശം ഒരേ വിഭാഗത്തിൽ വരുന്ന ഓഹരികളാണ്. രണ്ട് ട്രാക്ടർ നിർമ്മാണ കമ്പനി, ഡൽഹിയിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ള കമ്പനിയാണ് എസ്കോർട്സ്. പക്ഷേ കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായിട്ട് എസ്കോർട്സ് ഇപ്പോഴത്തെ റേഞ്ചിൽ തന്നെ തുടരുകയാണ്. ഇതിനൊരു അപ്പ് മൂവ് ഒരുപക്ഷെ ഭുവനേന്ദ്രൻ ഇത് നിർദ്ദേശിച്ചതിന് ശേഷം ഉണ്ടാകുമോ? അല്ല സനൽ, എസ്കോർട്സിനെ സംബന്ധിച്ച് ഒരു കാര്യം പോസിറ്റീവ് എന്ന് പറയുന്നത് സനലിനറിയാമല്ലോ, ഇവിടെ എല്ലാ സ്റ്റോക്കുകളും 60-70% ആണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും ഡ്രോപ്പ് വന്നത്. ഇവിടെ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സ്ട്രെങ്ത്. മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് വന്നെങ്കിൽ മാത്രമേ ഇതിന്റെ റിയൽ വാല്യൂ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അൺലോക്ക് ചെയ്താൽ ഒരു പക്ഷേ 250 രൂപ വരെയൊക്കെ തീർച്ചയായിട്ടും 300 ലെവലിലേക്ക് പോകാൻ സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഹാവൽസ് ആണെങ്കിലും എസ്കോർട്സ് ആണെങ്കിലും ഫിനോലെക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു ബുൾ റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ ഇതിന്റെ സ്ട്രെങ്ത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്തുകൊണ്ട് നിൽക്കുന്നു? പല സ്റ്റോക്കുകളും നമ്മൾക്കറിയാം 10 രൂപയും 5 രൂപയും പഴയ 300 റുപ്പീസുള്ള സ്റ്റോക്കിലൊക്കെ വന്നിരിക്കുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കിലൊക്കെ വന്നിരിക്കുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ലോസ് ആണ്. അപ്പോൾ അതൊന്നും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ലോസാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാത്തത്. കാരണം നമ്മൾ പലപ്പോഴും ഈ ഫ്രണ്ട് റൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിൽ വലിയൊരു ഗ്രൂപ്പിൽ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഫോർ ടൈം ബീങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു ബുൾ റൈഡ് തുടങ്ങുമ്പോൾ ആ സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. ആ ബുൾ റൈഡ് തുടരട്ടെ. വരുന്ന മാസങ്ങളിൽ മെച്ചപ്പെട്ട ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഇത്തരം പെയിൻഫുള്ളായ ദിനങ്ങൾ മാറി കുറച്ചുകൂടി നല്ല രീതിയിൽ മാർക്കറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം എല്ലാ നിക്ഷേപകർക്കും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ട ചില ഓഹരികളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഹാവൽസ് ഇന്ത്യ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഒപ്പം ഡൽഹിയിൽ വലിയ രീതിയിൽ ഭൂമിയുള്ള വലിയൊരു ട്രാക്ടർ കമ്പനി, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൊണോപ്പൊളി ആയിട്ടുള്ള എസ്കോർട്സ് ഇന്ത്യ. വലിയ കമ്പനിയാണ്, പക്ഷേ ചെറിയ വാല്യുവേഷനിൽ ഏകദേശം 60 രൂപയുടെ നിലവാരത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം കമ്പനികളിൽ നിക്ഷേപം തീർച്ചയായും നടത്തേണ്ടതാണ്. നിക്ഷേപകർക്കുള്ള സംശയങ്ങൾ investment@asianetnews.in മെയിൽ ചെയ്യാം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.